ഒരു സംശയവുമില്ലാതെ പറയാം, രാഹുൽ മാങ്ങാണ്ടി ഒരു പുരുഷ വേശ്യ തന്നെ. മൂന്നാമത്തെ ഇരയാക്കപ്പെട്ട സ്ത്രീയുടെയും ശബ്ദരേഖ പുറത്തു വന്നിട്ടുണ്ട്. ഫെനി നയനാൻ എന്ന ആ പെൺവേട്ടക്കാരൻ്റെ ആസനം താങ്ങി നടക്കുന്നവൻ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട സോഷ്യൽ മീഡിയ ചാറ്റ് അതിനുള്ള മറുപടിയാണ്. നോക്കണേ, നമ്മുടെ നാട്ടിൽ പല പല സ്ത്രീകളെ, ഒരാളാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം, പല പല സ്ത്രീകളെ അധികാരവും ചാനൽ ചർച്ചകളിലെ മുഖമായിട്ടുള്ള താരപദവിയെല്ലാം ഉപയോഗപ്പെടുത്തി പ്രലോഭിപ്പിച്ച് കുടുംബങ്ങൾക്കുള്ളിലേക്ക് കടന്നു കയറി ലൈംഗിക ചൂഷണം നടത്തിയതിനു ശേഷം ഈ പുരുഷ വേശ്യ അവിടെ നിന്ന് എസ്കേപ്പായി പോകുന്നത് എങ്ങനെയെന്ന് ഈ മൂന്നാമത്തെ ശബ്ദരേഖ തെളിയിക്കുന്നുണ്ട്. 2025 ഓഗസ്റ്റിലാണ് ഞാൻ ചാനൽസിലൂടെയാണ് എന്നെപ്പോലെ വേറെയും സ്ത്രീകളുണ്ടെന്നും എൻ്റെ കുഞ്ഞിനെ പോലെ വേറെ കുഞ്ഞുങ്ങളുണ്ടെന്നും ഞാൻ അറിയുന്നത്. അതെനിക്ക് വളരെ ഞെട്ടലായിരുന്നു. അതുവരെ എൻ്റെ വിചാരം ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജീവിതത്തിലുള്ള ഒരേ ഒരു സ്ത്രീയാണെന്ന് ഞാൻ വിചാരിച്ചാണ് ഞാൻ ജീവിച്ചുകൊണ്ടിരുന്നത്. അതിനൊരു മെയിൻ റീസൺ ഈ പറയുന്ന ഫെനി നയനാനാണ്. അതിൻ്റെ അടുത്ത് നിന്ന് കിട്ടിക്കൊണ്ടുവന്ന അഷുറൻസ് ആണ് എന്നെ വീണ്ടും ആ ഒരു സ്റ്റേറ്റിലോട്ട് എത്തിച്ചുകൊണ്ടിരുന്നത്. ഞാൻ രാഹുലിനെ ചോദ്യം ചെയ്തു. രാഹുലിൻ്റെ അടുത്ത് പറഞ്ഞു, ഇതൊക്കെ മീഡിയ ഡ്രിവൻ ആണ്, പൊളിറ്റിക്സ് ആണ്, പെയ്ഡാണ്. ആദ്യത്തെ കുട്ടിയുടെ കാര്യം ചോദിച്ചപ്പോൾ അങ്ങനെ ഒരാളെ ഇല്ലാന്ന് പറഞ്ഞു. രണ്ടാമത്തെ കുട്ടിയുടെ കാര്യം ചോദിച്ചപ്പോൾ അത് ഫേക്കാന്ന് പറഞ്ഞു. ട്രാൻസ്ജെൻഡർ ഇഷ്യൂ ചോദിച്ചപ്പോൾ അത് എന്നെല്ലാവരെയും കൂടെ വീഴ്ത്താൻ നോക്കുകയാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ രാഹുലിൻ്റെ അടുത്ത് പറഞ്ഞു, എന്തായാലും വോയിസ് പുറത്തു വന്നിരിക്കുന്നത് ഇന്ത്യയിലാണെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞപ്പോഴാണ് രാഹുൽ, അങ്ങനെ ഒരു പെൺകുട്ടിയുണ്ട് പക്ഷെ ഒരു ഗർഭമില്ലാന്നൊക്കെ എൻ്റെ അടുത്ത് അഡ്മിറ്റ് ചെയ്തിട്ട് ഈ രാഹുലിൻ്റെ അടുത്ത് പറഞ്ഞു, ഞാനിതെല്ലാം നിന്നെ ബോധ്യപ്പെടുത്തി തരാം, നീ വരാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ അല്ലെങ്കിലും വരും, എനിക്ക് അറിയണം, എനിക്ക് കൃത്യമായിട്ട് അറിയണം എന്താണ് സംഭവിച്ചതെന്ന് അറിയണം. അതിലെ ഒരു ഭാഗമാണ് കേട്ടത്. ഈ ശബ്ദരേഖ കേൾക്കുമ്പോൾ ഈ ഫെനി നയനാൻ എന്ന് പറയുന്ന ഈ മാമാ പണിക്കാരന് സ്വന്തം വീട്ടിൽ പെങ്ങന്മാരോ അല്ലെങ്കിൽ സഹോദരിയോ അമ്മമാരോ ആരോ ഉണ്ടായിക്കോട്ടെ, ആ സ്ത്രീകളോട് പോലും ചിലപ്പോൾ മാങ്ങാണ്ടി ഈ തെമ്മാടിത്തം കാട്ടിയാൽ ഇവന്റെ സമീപനം എന്തായിരിക്കുമെന്ന് അറിയാൻ താല്പര്യമുണ്ട്. മൂന്നാമത്തെ സ്ത്രീയിലാണ് ഇങ്ങനെ കുഞ്ഞുണ്ടാക്കിയതിന് ശേഷം എസ്കേപ്പ് അടിച്ച് പോകുന്നത്. അതിനെക്കുറിച്ച് നല്ല ധാരണ ഈ മാമാ പണിക്കാരനായിട്ടുള്ള ഫെനിക്കുണ്ട്. കാര്യം പലയിടങ്ങളിലും സ്ത്രീയെ എത്തിച്ചു കൊടുക്കുന്ന മാമാ പിമ്പാണല്ലോ ഈ ഫെനി നയനാൻ. അങ്ങനെയാണ് അയാൾ കഴിഞ്ഞ ദിവസം പുരുഷവേശിയായിട്ടുള്ള സുഹൃത്തിനെ രക്ഷിക്കാനായിട്ട് ഈ പെൺകുട്ടിയുടെ ചാറ്റ് പുറത്തേക്ക് വിട്ടത്. എന്തിനാണ് മാങ്ങാണ്ടിയുടെ സുഹൃത്തായിട്ട് നിന്നതിന് ശേഷം ഇൻസ്റ്റഗ്രാമിലൂടെ ഈ പെൺകുട്ടിക്ക് മെസ്സേജ് അയക്കാൻ പോയത്? അവരെ സമാധാനിപ്പിക്കാൻ, പരാതി വരാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്ന് മാമാ പിമ്പിനെ മാങ്ങാണ്ടി ഏർപ്പാട് ചെയ്തു. അങ്ങനെയാണ് അവരോട് സൗഹൃദം സ്ഥാപിക്കുന്നത്. എന്നിട്ട് അതിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മാങ്ങാണ്ടിയെ ന്യായീകരിക്കാൻ ഒരു കൃത്രിമ കഥയുണ്ടാക്കി സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുകയാണ്.